ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെയും നനച്ചുടിപ്പണീൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു റാൻഡം ഡേ. രാവിലെ എണീറ്റ് വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ടുള്ള ചില പേർക്സ് എന്താണെന്ന് വെച്ചാൽ അതിലൊന്ന് ഇതാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് നമ്മൾ പുറത്തേക്കൊന്നും നോക്കാനൊന്നും നിൽക്കൊന്നുമില്ല. നമുക്ക് അത്രയും പെട്ടെന്ന് കിച്ചണിൽ കയറി എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി തീർക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് തീർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇതുപോലെ യൂട്യൂബിലെ വീഡിയോ ഇടേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടി കിട്ടുക കേട്ടോ. അതായത് നോർമലി നമ്മൾ സമയം ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഒരു ഗുണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പലപ്പോഴും സമയം കിട്ടൂല, അല്ലെങ്കിൽ അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പല കാര്യങ്ങൾക്കും നമ്മളിതുപോലെ പ്ലാൻ ചെയ്തിട്ടായാലും സമയം കണ്ടെത്തിയിട്ടായാലും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നുള്ളതല്ല. ഇതുപോലെ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. അപ്പം പ്ലാൻ അനുസരിച്ചിട്ട് കാര്യം മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ അപ്പോൾ പറഞ്ഞ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ചന മസാലയും അതുപോലെ തന്നെ ബട്ടൂര ഉണ്ടാക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ രാവിലെ തന്നെ നെയ്യ് പൊരിച്ച അല്ലെങ്കിൽ ഓയിൽ പൊരിച്ച ബട്ടൂര പൂരി അങ്ങനെയുള്ളതൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട, നമുക്ക് ചപ്പാത്തി ആക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ചന മസാലയ്ക്ക് വേണ്ടിയുള്ള ചന തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 4-5 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് മാജിക് പോലൊരു സംഭവം കഴിഞ്ഞതുണ്ടല്ലേ, അത് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ അതേ രീതിയിൽ മാജിക്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു പോകാറുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തീരെ ഇഷ്ടമില്ല, ഭയങ്കര മടിയാണെന്നുള്ളത്. പക്ഷേ ഇതുപോലുള്ള പല ചില സന്ദർഭങ്ങളിൽ ഞാനത് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ചപ്പാത്തിക്ക് നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ കുഴയ്ക്കാമെന്നാണ് കരുതിയത്. പൊടി ഇട്ടതിന് ശേഷമാണ് ഓർത്തത് ബ്ലേഡ് വെച്ചില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഞാൻ ആ ബ്ലേഡ് എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബ്ലേഡ് കയ്യിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിനി അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിയില്ല. അപ്പോൾ ചന മസാലയുടെ കൂടെ ഒന്നും കൂടി പോവുക മടക്കി ചപ്പാത്തി അല്ലെങ്കിൽ മടക്കിപ്പത്തിരി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ റിസ്ക് എടുത്തുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ആക്കിയാലോ എന്താ, അപ്പം എന്നാൽ പിന്നെ ചപ്പാത്തി എന്നുള്ളത് മാറ്റിയിട്ട് മടക്കിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൻ്റെ വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് കേശിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഓക്ക് രാവിലെ തന്നെ ബസ് വരില്ല, ഒരു 11:30-12 മണി ടൈം ആകുമ്പോഴാണ് ബസ് വരിക ഉച്ചക്ക്. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2:30-3 മണി ആവുന്ന സമയത്ത് നമുക്കും ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പണിക്ക് നിന്നാൽ അത് മുഴുവനാവില്ല. അതുകൊണ്ടാണ് ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നിൽക്കാഞ്ഞത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ സംഭവം കുറേ നേരത്തെ തുടങ്ങാൻ തന്നെ കാരണം. നേരത്തെ തൊട്ട് വെച്ചാൽ ഇതുപോലെ നമുക്ക് ലീവ് എടുക്കാനുള്ള ദിവസം ലീവ് എടുക്കുകയും ചെയ്യാം, സമാധാനത്തിലെല്ലാം കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം. ഈ ഒരു സംഭവം എൻ്റെ ഒരു ലൈഫ് സേവറാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ചപ്പാത്തി കുഴച്ച് പരത്തി ചുടുന്നവരൊക്കെ ഇത് കാണുമ്പോൾ പുച്ഛിക്കുന്നുണ്ടാവും. കാരണം ശരിയാണ്, അവരിത് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര കഷ്ടപ്പെട്ടും അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ചപ്പാത്തി എന്നല്ല, ഏത് കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. പക്ഷേ ഈ ഒരു സംഭവത്തിനോട് എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടം വരുന്നില്ല. പക്ഷേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താല്ലേ എങ്ങനെ. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് തടവിയിട്ട് ഞാനൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചന മസാല റെഡിയാക്കി എടുക്കാമല്ലോ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ വെള്ളക്കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ചോപ്പറിലേക്ക് 3 ചെറിയ സവാളയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും
ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ നമ്മളെടുത്ത ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ആ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ആ ജാർ നല്ല ക്ലീനാക്കി എടുക്കാൻ വേണം. പിന്നെ അത്രയും വലിയ ജാറിലേക്ക് നമ്മൾ ഈ ചെറിയ 2 സവാള ഇട്ട് വെറുതെ അടിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചോപ്പർ പുറത്തെടുത്തത് കേട്ടോ. അങ്ങനെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ കാണുന്ന പോലെ കുറച്ച് ഹോൾ സ്പൈസസ്, ഏലക്കായ, കറാമ്പട്ട, അതുപോലെ ബേ ലീഫ്, കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു 1-1.5 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റായി നല്ല സ്മെല്ല് വരണം, ജീരകം ഒന്ന് പൊട്ടി വരണം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചന മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കടല ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത്. അപ്പോൾ നമ്മളെ വയറ്റിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം അത് ആ ഒരു വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിക്കുക ചെയ്യാം. അപ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി സവാള നന്നായിട്ട് വാടി വരട്ടെ. അതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഞാൻ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ ഓവർ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളകിൽ കാര്യം ഒതുക്കിയത്. ഇനി ഉള്ളി ഒന്ന് വാടി വന്നാൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ചേർത്തതിന് ശേഷം ആ ഒരു മസാല ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് മൂത്ത ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. തക്കാളി ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കഴിയുമ്പോഴാണ് തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ആ ഒരു മഷി പരിവം ഉണ്ടല്ലോ, നന്നായിട്ട് ഉടഞ്ഞിട്ട് അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ വെന്ത് നല്ല ഉടഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളക്കടല അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ അങ്ങനെ വെള്ളമൊന്നും ഇല്ലായിരുന്നു, മൊത്തം വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നൊക്കെ ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളയ്ക്കാനുള്ളൊരു ടൈം കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റെങ്കിലും വെട്ടി തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ആ ഒരു വെള്ളത്തിന് പച്ചച്ചോയ മാറി കിട്ടുള്ളൂ. ഈ വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ വെള്ളക്കടലയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കൈപ്പിടിയോളം കടല കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് കറിക്കൊന്ന് കട്ടി പോലെ ഉണ്ടാവുക, ഒരു കൊഴുപ്പ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, എൻ്റെ കയ്യിൽ ഇതാ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, കസൂരി മേത്തി. കാരണം നമ്മളെ നോർത്ത് ഇന്ത്യൻ കറിക്കൊക്കെ ഈ ഒരു കസൂരി മേത്തിയാണ് മെയിൻ ഫ്ലേവറിങ് ഏജൻറ്റ്. അപ്പോൾ കസൂരി മേത്തി ചേർത്തതിന് ശേഷം പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ. ഈ ഒരു ബട്ടറും കൂടി ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നതോടുകൂടി കറീൻ്റെ ഒരു ഓവറോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു കറിക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നമ്മൾ കുറച്ച് ടൈം എടുത്ത് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡാണെങ്കിൽ പുറത്ത് വർക്കിന് പോകാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി പരിപാടികളൊക്കെ വളരെ പെട്ടെന്നാക്കാമെന്ന് കരുതി. ഈ ഒരു സമയത്ത് നോർമൽ ചപ്പാത്തി ആക്കിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഏതായാലും മടക്കി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ഇറങ്ങിയല്ലേ, പിന്നെ മാറ്റണ്ടെന്ന് കരുതി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക ചെയ്തത്. ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം അത് 2 ഭാഗവും മടക്കി ഒരു സ്ക്വയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ക്വയർ വീണ്ടും നമ്മൾ പരത്തി സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കുന്ന സമയത്തും നമ്മൾ കുറേശ്ശെ ഓയിൽ തൂവി കൊടുക്കുക. അതാകുമ്പോൾ നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ ഉള്ളിലെല്ലാം പഫി ആയിട്ട് ലെയേർഡായിട്ട് ഒരു പറാട്ടൻ്റെ ലുക്കിലൊക്കെ നമുക്ക് കിട്ടും. നോർമൽ ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ മസാലക്കറിയോ കാണുന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു, കുട്ടികൾക്കുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഒരു ക്വിക്ക് ക്ലീനിങ്ങിനാണ് നിന്നിട്ടുള്ളത്. രാവിലെ സ്കൂളിൽ പോവാനില്ല എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഈ ഒരു ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 9:30 മണി കഴിഞ്ഞു കേട്ടോ.
11:30 ആകുമ്പോഴത്തേക്ക് ഓക്ക് ബസ് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഓവർ കളിക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും ഒന്ന് പെട്ടെന്ന് ഒതുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്ലീനിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തതുമില്ല. ഉച്ചക്കത്തേക്ക് ഇന്നത്തെ ലഞ്ച് ഞാൻ ഈ ഒരു ചപ്പാത്തിയും ഇതൊക്കെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം വെച്ചാൽ കുറച്ച് ചോറും കറികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം രാത്രി നമ്മൾ ഫംഗ്ഷന് പോയി തിരിച്ച് വരുന്ന സമയത്ത് ഏതവസ്ഥയിലായിരിക്കും വരാമെന്നറിയില്ല. ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടാവും വരിക, ചിലപ്പോൾ ഫുഡ് വേണ്ട എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും അത് ആ ഒരു സമയത്ത് തീരുമാനിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ അവർ രണ്ടാളും പെട്ടെന്നൊന്ന് എണ്ണക്കെട്ട് കുളിപ്പിച്ച് ഒരുക്കിയെടുത്ത് ഞാൻ. അതിനുശേഷം വേഗം കേശൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. കാരണം ഒരു 11:30-12 ബസ് വരും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് എന്തായാലും ലഞ്ചൊക്കെ കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, കാരണം സമയം ആവില്ല. അപ്പോൾ പിന്നെ ലൈറ്റായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് വിടുകയും ചെയ്യാമെന്ന് കരുതി. കൊണ്ടുപോകാനായിട്ട് ഞാൻ ഈ ഒരു മിക്സിറ്റാണ് കേട്ടോ കലക്കി കൊടുക്കുന്നത്, ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഇതെന്തോന്നറിയില്ല, ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായാലും അത് ഇതോടുകൂടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ രാവിലത്തെ ആ ഒരു ചപ്പാത്തിയും അതുപോലെ ചന മസാലയും കൂടി ഞാൻ റോള് പോലെ ആക്കിയിട്ട്, ചപ്പാത്തി റോളാക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തന്നെ പാക്കാക്കി എടുത്തു, ഓളൊന്ന് റെഡിയാക്കി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒക്കെ ഞാൻ ഇവിടുന്ന് കഴിക്കാൻ കുറച്ച് ചോക്കോസും കൊടുത്തു കേട്ടോ. ഈ ചോക്കോസ് അവർക്ക് ജീവനായതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് കൊടുത്താലും കഴിച്ചോളും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഓള് റെഡിയായി. ഏകദേശം ഒരു 12 മണി 12:15 ആയിട്ടുണ്ട് ബസ് വന്നപ്പം. പിന്നെ ഓള് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരക്കിട്ട പണിയിലായിരുന്നു കേട്ടോ. കാരണം സമയം 12:15 അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് അത്യാവശ്യ പണികൾ തീർക്കാനും ഉണ്ട്. പിന്നെ 2 മണി 2:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും കൂടി വേണം. അപ്പോൾ തലേ ദിവസം ക്ലീനാക്കി വെച്ച കുറച്ച് മീൻ ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് ഞാൻ കറിയാക്കി എടുക്കാമെന്ന് കരുതി. ലഞ്ച് കഴിക്കുമ്പോൾ എടുക്കാമല്ലോ. കറിക്ക് വേണ്ടിയുള്ള തക്കാളി, പച്ചമുളക് എക്സെട്ര ഒക്കെ എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചത് അവിടെ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ലോങ് ലൈഫ് മിൽക്ക് ആയതുകൊണ്ട് നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ തണുത്ത പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ബുൾസൈയൊക്കെ അടിച്ചിട്ട് അതങ്ങോട്ട് ഫിനിഷാക്കി. സാധാരണ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും പീസൊക്കെ കഴിക്കാമെന്നല്ലാണ്ട് അങ്ങനെ ഒരു മിഡ് ഡേ മീലായിട്ടൊന്നും കഴിക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പാലങ്ങനെ കണ്ടതുകൊണ്ടും പെട്ടെന്ന് എന്തോ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ അതങ്ങോട്ട് കഴിച്ചു കേട്ടോ. ശേഷം നമ്മൾ പെട്ടെന്ന് റെഡിയായി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആനുവൽ ഡേൻ്റെ അവരെ പ്രോഗ്രാം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. KG 1 and 2 പ്രോഗ്രാംസൊക്കെ അന്നത്തെ ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള ക്ലാസ്സസിൻ്റെ ആനുവൽ ഡേയും അതുപോലെ തന്നെ ഹനാൻ ഷാ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസം പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി പ്രോഗ്രാംസൊക്കെ ആയിരുന്നു കേട്ടോ. സാധാരണ ഉണ്ടാകുന്ന പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സും അതുപോലെ കുറച്ച് ലൈവ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസൊക്കെ കാണാൻ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈം നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. കേശുവിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഏകദേശം ഒരു 9:30-10 മണി രാത്രി ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ നേരത്തെ അവൾ ഉച്ചയാവുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാൻ ചെന്നതിന് ശേഷം വീണ്ടും അവൾക്ക് കുറച്ച് ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം പ്രോഗ്രാംസൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും റേക്കനെ കൊണ്ട് നമുക്ക് കുറേ ടൈമൊന്നും ഇരിക്കാൻ പറ്റില്ല. ആളങ്ങനെ അടങ്ങിയിരിക്കുന്നൊരു ടൈപ്പല്ലല്ലോ. അപ്പോൾ കേശുവിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ്. പക്ഷേ ഓൾമോസ്റ്റ് ലാസ്റ്റിലേക്കായിരുന്നു കേട്ടോ ഉള്ള പ്രോഗ്രാം. കുറേ പ്രോഗ്രാംസ് അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. പിന്നെ റേക്കനെ നമ്മളിടയ്ക്ക് ഇങ്ങനെ അവിടെ കുറേ സ്നാക്ക് കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്നാക്സ് വാങ്ങിയിട്ടും പിന്നെ ഫോണിൽ കുറേ നേരം കളിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങിപ്പോയി. പിന്നെ ഈ പ്രാവശ്യം കുട്ടികളെ കൂടെ ടീച്ചേഴ്സും ആനുവൽ ഡേക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും നമ്മളെ മക്കളെ പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ എത്ര മടുപ്പുണ്ടെങ്കിലും കുറേ നേരം ഇരുന്ന് അങ്ങനെ കണ്ടുപോകും. പിന്നെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമോ വലിയ ആൾക്കാരെ പോലെയല്ല, നമുക്ക് പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും അത് കാണാതെ തന്നെ പ്രത്യേക ഒരു ക്യൂട്ട്നെസ് ആണല്ലേ. അപ്പോൾ എല്ലാ സ്കൂളിലും എല്ലാവരുടെ മക്കൾക്കും ഒക്കെ ആനുവൽ ഡേ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആരുടെയൊക്കെ ആനുവൽ ഡേ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നവർ, പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് കരുതിയിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്.
പിന്നെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് കമൻറ്റ് ഇടാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേശിൻ്റെ പെർഫോമൻസ്, ഒരു ആഫ്രിക്കൻ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവളെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിട്ടാനുള്ള അത്രയും ടൈമേ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു പെർഫോമൻസും കൂടി കണ്ടു. പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. ഇത് പിറ്റത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ, അതായത് ഹനാൻ ഷാ വരുന്ന അന്നത്തെ. അപ്പോൾ ഹനാൻ ഷാ വരുന്ന ആ ഒരു ക്ലിപ്സൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഡാൻസ് ആയിരുന്നു അത്. പിന്നെ കുട്ടികളെ വക പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഷാദി മസ്തിയിലെ ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു ഹനാൻ ഷാൻ്റെ വക ഒരു 4-5 പാട്ട് പെർഫോം കൂടി ചെയ്ത് അതുകൂടി കണ്ടതിന് ശേഷം നമ്മൾ അന്നും അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളെ വെച്ചിട്ട് നമുക്ക് കുറേ ടൈം ഒന്നും ഇരിക്കാൻ വേണ്ടി പറ്റൂല, റേക്കനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.